സംസ്ഥാന വ്യാപകമായി ജൂലൈ 9 ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകുന്നത് രാജ്യത്തെ തൊഴിലാളികൾ, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, കൂടാതെ പൊതുമേഖലാ ജീവനക്കാർ എന്നിവരൊക്കെ ഈ ഒരു പണിമുടക്കിന്റെ ഭാഗമാകും. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ദേശീയ ട്രേഡ് യൂണിയനുകൾ INTUC, AITUC, HMS, CITU, AIUTUC, TUC, സേവ, AICCTU, LPF, UTUC എന്നീ കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് ദേശീയ തലത്തിൽ ഈ പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. എന്നാൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന NLC, JLU, NLU, KTUCS, KTUCM, INLC, NTUI, HMKP എന്നീ സംഘടനകൾ ചേർന്നാണ് സംസ്ഥാനത്ത് ഈ ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. ദേശവ്യാപകമായി ഇന്ത്യ രാജ്യത്തെ 60 കോടിയോളം തൊഴിലാളികളെ ബാധിക്കുന്ന അതീവ ഗൗരവതരമായ പ്രശ്നങ്ങൾ വർഷങ്ങളായി ഉന്നയിച്ചു വരുന്നത് വീണ്ടും സങ്കീർണമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്യാൻ ട്രേഡ് യൂണിയനുകൾ നിർബന്ധിതമായത്. ട്രേഡ് യൂണിയനുകൾക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ, ബാങ്ക് ജീവനക്കാരുടെയും ഇൻഷുറൻസ് ജീവനക്കാരുടെയും സംഘടനകൾ അതിൽ പങ്കെടുത്ത് അഭിവാദ്യം ചെയ്യാൻ വർക്കിംഗ് ജേർണലിസ്റ്റ് സംഘടനകളോട് അഭ്യർത്ഥിക്കുക. ഈ ലേബർ കോഡുകളെല്ലാം പോയതിൻ്റെ പുറമെ വേറെയും ചില നിയമങ്ങൾ വന്നിട്ടുണ്ട്. ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ ഹിന്ദിയിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ പീനൽ കോഡ് പോലുള്ള നിയമങ്ങൾ പേരൊക്കെ മാറ്റി പുതിയ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൻ്റെ 111-ാം വകുപ്പ് അനുസരിച്ച് തൊഴിലാളികൾ ജോലി സ്ഥലത്ത് അവരുടെ അവകാശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പ് ശേഖരണം നടത്തുന്നത് പോലും കുറ്റകരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യവസായശാലകളുടെ മുമ്പിൽ കൂട്ടായി ഒത്തുചേരുക, മുദ്രാവാക്യം വിളിക്കുക, ഇതെല്ലാം കുറ്റകരമാണ്. അവശ്യ സേവന മേഖല പണിമുടക്ക് ബാധിക്കുന്നതല്ല. മറ്റെല്ലാ മേഖലയിലുമുള്ള തൊഴിലാളികൾ, വാണിജ്യ കമ്പോള മേഖലയിലുള്ള തൊഴിലാളികൾ, റോഡ് ട്രാൻസ്പോർട്ട് മേഖലയിലുള്ള തൊഴിലാളികൾ, ഫാക്ടറിയിലുള്ള തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, സ്കീം വർക്കേഴ്സ്, കരാർ തൊഴിലാളികൾ, നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളികൾ, മത്സ്യമേഖലയിലുള്ള തൊഴിലാളികൾ, എല്ലാ മേഖലയിലുമുള്ള തൊഴിലാളികൾ ഈ പണിമുടക്കിൽ അണിചേരും. എല്ലാ മേഖലയിലും നല്ല തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ട്രേഡ് യൂണിയനും സ്വതന്ത്രമായ പ്രവർത്തനവും സംയുക്ത പ്രവർത്തനവും നടത്തുന്നുണ്ട്. ഈ വിവരം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചത്. ഇനി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കാൽനട ജാഥകൾ നടത്തി ഉൾനാടുകളിൽ ഇതിൻ്റെ മെസ്സേജ് എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. മൈക്ക് അനൗൺസ്മെൻറ്റ് അതുപോലുള്ള പരിപാടികൾ നടക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പണിമുടക്ക് ഒരു വൻ വിജയമായിരിക്കും. അത്രയും കടുത്ത പ്രതിഷേധമാണ് തൊഴിലാളികളിലും കൃഷിക്കാരിലും ജനങ്ങളിലും പൊതുവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 10,000 തൊഴിലാളികളുടെ പ്രകടനവും രാജ്ഭവന്റെ മുമ്പിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഇതുപോലെ എല്ലാ ജില്ലകളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുമ്പിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ കൂട്ടായ്മയുണ്ടാവും. അതിൻ്റെ പുറമെ പണിമുടക്ക് വാഹനങ്ങളെയൊക്കെ ബാധിക്കുമെന്നതിനാൽ എല്ലാ വില്ലേജ് പഞ്ചായത്ത് തലത്തിലും തൊഴിലാളികൾ അതാത് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഓഫീസിന് മുമ്പിൽ ഒത്തുകൂടി പണിമുടക്കിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് അവരുടെ ഒരു കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. ഇതാണ് പണിമുടക്ക് ദിവസമുള്ള പരിപാടികൾ. കേന്ദ്ര സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കും അതുപോലെ തന്നെ കർഷക ദ്രോഹ നയങ്ങൾക്കും എതിരായാണ് ഈ ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കൂടാതെ അവശ്യ സർവീസുകൾ, പാൽ, പത്രം, ആശുപത്രി, ആംബുലൻസ് എന്നിവയ്ക്കൊന്നും ഈ ഒരു പണിമുടക്ക് ബാധകമല്ല. കൂടാതെ സംയുക്ത ട്രേഡ് യൂണിയൻ ജനറൽ കൺവീനർ എളമരം കരീമാണ് ഈ ഒരു പത്രസമ്മേളനത്തിലൂടെ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.